എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 44-ാം ദശകത്തിലെ ആദ്യ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗദഹോരാ തത്തോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭൂഗതവാൻ. ഈ 44-ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ നാമകരണവും ജാതക ഫല കഥനവുമാണ് പറയുന്നത്. ഗീതി എന്ന വൃത്തത്തിലാണ് ഈ ദശകം രചിച്ചിരിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം 8-ാം അധ്യായത്തിൽ ആദ്യത്തെ 20 ശ്ലോകങ്ങളെ കൊണ്ട് വിവരിച്ചിരിക്കുന്ന ഭഗവൻ നാമകരണ വൃത്താന്തമാണ് ഈ 44-ാമത്തെ ദശകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഗൂഢം എന്ന് പറഞ്ഞാൽ ഗൂഢമായി. വസുദേവഗിര, വസുദേവൻ പറഞ്ഞ വാക്കുമൂലം. കർത്തും തേ നിഷ്ക്രിയസ്യ, നിഷ്ക്രിയ സ്വരൂപനായ അങ്ങേക്ക്. സംസ്കാരാൻ, നാമകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ ചെയ്യാൻ. ഹൃദ്ഗദഹോരാ തത്വോ, ഗർഗമുനി, ജ്യോതിശാസ്ത്ര തത്വങ്ങളെല്ലാം മനഃപ്പാഠമാക്കിയ ഗർഗമുനി. ത്വദ്ഗൃഹം ഗതവാൻ, അങ്ങയുടെ ഗൃഹത്തിലെത്തിച്ചേർന്നു. ഹേ വിഭോ, ഹേ പ്രഭോ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഹേ പ്രഭോ, നിഷ്ക്രിയ സ്വരൂപനായ അങ്ങയുടെ ജാതകർമ്മങ്ങൾ രഹസ്യമായി അനുഷ്ഠിക്കുവാൻ വസുദേവരുടെ അപേക്ഷയനുസരിച്ച് ജ്യോതിശാസ്ത്ര തത്വങ്ങളെല്ലാം മനഃപ്പാഠമാക്കിയിട്ടുള്ള ഗർഗമുനി അങ്ങയുടെ ഗൃഹത്തിൽ വന്നു ചേർന്നു. ഇവിടെ ഭഗവാൻ അവതരിച്ചിരിക്കുന്നതാണ് കൃഷ്ണനായിട്ട്. യഥാർത്ഥത്തിൽ ഭഗവാന്റെ ശാസനങ്ങളാണ് വേദങ്ങൾ. ആ വേദങ്ങളിലെ തത്വങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ ആർക്കും ലംഘിക്കാൻ വയ്യ. അത് മനുഷ്യനായി അവതരിച്ച ഭഗവാനും ബാധകമാണ്. അതുകൊണ്ടാണ് ഇവിടെ നാമകരണത്തിനു വേണ്ടി ഗർഗമുനി വരുന്നത്. അതായത് മനുഷ്യനായി അവതരിച്ച ഭഗവാനും വേദത്തിലെ സംസ്കാര വിധികൾ ലോകസംഗ്രഹത്തിനു വേണ്ടി അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവത് പ്രേരണയനുസരിച്ച് തന്നെയാണ് വസുദേവർ തൻ്റെ വംശത്തിലെ ആചാര്യനായ ഗർഗമുനിയെ ഭഗവാനെ നാമകരണം ചെയ്യിപ്പിക്കുന്നതിനു വേണ്ടി ഗൂഢമായിട്ട് അമ്പാടിയിലേക്ക് അയച്ചത്. ഹരേ കൃഷ്ണ.